അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസം നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനാണ്. അങ്ങനെ നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ ആക്കി വെച്ചിട്ട് ചോറ് ദേ അവിടെ വേകാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി കപ്പ ഇട്ട് കപ്പ ദേ ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ പൊളിച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ അടുപ്പിൽ തന്നെ ചോറ് വടിച്ചതിന് ശേഷം നമ്മൾ ആ അടുപ്പിൽ തന്നെ കപ്പ വേവിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. അതിനെല്ലാം അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇച്ചിരി കടുകിട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് 2 ഇത് ചേർക്കുന്നുണ്ട്, ഏലയ്ക്ക. പിന്നെ ഉലുവയും കൂടെ ചേർത്തിട്ട് ദേ ഉള്ളി അങ്ങനെ ഇട്ടിട്ട് ബാക്കി അരിഞ്ഞ് വെച്ച സാധനങ്ങളിൽ ഇതിനകത്ത് ഒന്ന് മാത്രം ചേർത്തിട്ടില്ല. നമ്മൾ അതായത് വെളുത്തുള്ളി മാത്രം അരിഞ്ഞ് വയ്ക്കാൻ മറന്നുപോയതാണ്, ആ വെളുത്തുള്ളിയില്ലാത്ത ചിക്കൻ കറി. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേവിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വേഗത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരും. പിന്നെ നമ്മൾ പ്രത്യേക മസാല മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പിന്നെ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, പിന്നെ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് കുറച്ച് ഏലക്കയും പിന്നെ ഇച്ചിരി പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാല. അപ്പോൾ ചിക്കൻ മസാലയും നമുക്ക് പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ പിന്നെ മോട്ട വെള്ളത്തിലുള്ള ചിക്കൻ കറിയൊക്കെ ആക്കി നമ്മളിത് ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചത് തന്നെയാണ്, കപ്പ കഴിക്കാനോ വേണമല്ലോ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ തപ്പി പറക്കി നോക്കിയപ്പോൾ അടുത്ത കുറച്ച് പയറിരിക്കുന്നുണ്ട്. അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ച് പിന്നെ അതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയാണ്. നമ്മുടെ ചെമ്പാവരി ചോറ്, ഇച്ചിരി കഞ്ഞിവെള്ളം, ചൂട് കഞ്ഞിവെള്ളവും, പിന്നെ ഇവിടെ ഒഴിച്ചാൽ അങ്ങ് പോകുന്ന ചിക്കൻ കറിയും, പിന്നെ നമ്മുടെ ഇച്ചിരി അച്ചാറും, മെഴുക്ക് പുരട്ടി, നമ്മുടെ കപ്പയ്ക്ക് പ്രത്യേകം ഒന്നുമില്ല, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ കപ്പ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയൊക്കെ ആയി.